മാറ്റി വെച്ചത് എനിക്ക് ആദ്യം തരണം. ഓഹോ, ഇതെങ്ങനെയാ സംഭവിച്ചത്? അല്ല, ഞാനിവിടെ എന്തെടുക്കാ? ഇങ്ങോട്ട് നോക്ക്, വേഗം പറ, എവിടെയായിരിക്കും ആ വീർ? ഞാൻ ഇവിടെ ഉണ്ടോ. ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ വന്ന് പിടിച്ചു നോക്ക്. Auto repair will be done in 8 seconds. 8, 7, 6, 5, 4, 3, 2, 1. Done. എല്ലാ ജനങ്ങളെ അവൻ പറ്റിച്ചിരിക്കുകയാണ്. അക്കിടം പക്കിടം ആലം പാലം ഇക്കിടം തിക്കിടം ദം ദമാദം. സ്വർണം അടിച്ചു മാറ്റുന്ന കള്ളൻ ഇങ്ങോട്ട് വരട്ടെ. ജിൻഡു, സ്വർണം അടിച്ചു മാറ്റുന്ന കള്ളന്മാരെന്ന് പറഞ്ഞത് ഇവരെ അല്ല. ഇവരെ ആദ്യം പറഞ്ഞയക്ക്. ഞാൻ എന്ത് ജോലി ചെയ്താലും നീ തൃപ്തനാവുന്നില്ല. എന്നാ ഞാൻ അവരെ പറഞ്ഞേച്ചേക്കാം. ഞാനും ഇപ്പൊ ഇവിടുന്ന് പോവാ. വീർ, നീ പറഞ്ഞത് വളരെ ശരിയാ മോനെ. അത് വെച്ച് നോക്കുമ്പോ എനിക്ക് തോന്നുന്നത് മിക്കവാറും ഇവന്മാര് പുറത്തുനിന്ന് വന്ന ഏതെങ്കിലും ശക്തി ആയിരിക്കുമെന്നാ. അവന്മാർക്ക് എന്തോ ഒരു കാര്യത്തിന് കുറെ സ്വർണം ആവശ്യമായി വന്നിട്ടുണ്ട്. എന്നാൽ ശരി അപ്പൂപ്പ, ഇനി അവരെ സ്വർണത്തിന്റെ ട്രാപ്പ് വെച്ച് വേണം പിടികൂടാൻ. ഇത് കണ്ടോ, എന്തുമാത്രം സ്വർണം കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. നീ ഇവിടുത്തെ നിവാസികളെ പറ്റിക്കുകയാണ്. നീ വീണ്ടും തെറ്റാവർത്തിക്കുന്നു. നമ്മുടെ പ്ലാനറ്റിലും നീ ഇത് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കിയത്. നമ്മളെ അവിടുന്ന് പുറത്താക്കിയതിന് കാരണം നമ്മൾ വളരെ വീക്കായിരുന്നു. പക്ഷേ ഈ ലോകം ശക്തിമാന്മാരുടേതാണ്. ഇത്രയും പെട്ടെന്ന് നമ്മൾ ഒരുപാട് സ്വർണം സ്റ്റോക്കപ്പ് ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ നമുക്കൊരു വ്യത്യസ്തമായ ആയുധം ഉണ്ടാക്കാൻ പറ്റൂ. ഇനി ഭൂമിയിലുള്ള എല്ലാവരെയും കൊന്നൊടുക്കിയിട്ട് നമുക്ക് ഈ ഭൂമി ഭരിക്കാം. ചാർലി ഇപ്പൊ പറഞ്ഞത് ശരിയാ. അല്ല, നമ്മൾ മറ്റുള്ളവരെ ടോർച്ചർ ചെയ്യുന്നതിനേക്കാൾ നല്ലത് മറ്റൊരു പ്ലാനറ്റ് തിരഞ്ഞെടുത്ത് നമ്മൾ അവിടേക്ക് പോകുന്നതാ. ആയുധങ്ങളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യവും ഉണ്ടാവില്ല. കൂട്ടുകാരെ, ആരും പ്രതീക്ഷിക്കാതെ സിറ്റിയിൽ ഒരു ഗോൾഡ് കള്ളം വന്നിരിക്കുകയാണെന്നാ തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, നിങ്ങൾ എല്ലാവരും അവരവരുടെ സ്വർണ്ണ ആഭരണങ്ങൾ സെൻട്രൽ ഹാളിൽ കൊണ്ടുവന്ന് വെച്ചേക്ക്. എന്നാലേ നമുക്ക് അവരെ പിടിക്കാൻ പറ്റൂ. അവിടെ ടോട്ടൽ സെക്യൂരിറ്റിയും ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സ്വർണം അവിടെ സേഫ് ആയിരിക്കും. നിങ്ങളുടെ കൂട്ടുകാരൻ റോബോ ബോയ്. ഇനി അവൻ എങ്ങനെയാ രക്ഷപ്പെടുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. Roboboy suit on.
തടിച്ചു കൊഴുത്തങ്ങ് പോകും. പിന്നെ നിനക്ക് എങ്ങനെ ഫൈറ്റ് ചെയ്യാൻ പറ്റും മോനെ? ബോക്സിംഗ് ചെയ്യണമെങ്കിൽ ഫിസിക്കലി നീ ഫിറ്റ് ആയിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാ. പോഷക ഗുണമുള്ള ആഹാരം കുറച്ച് കഴിക്കണം, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുകയും വേണം. നാളെയല്ല, ഇന്ന്, ഇപ്പൊ തന്നെ. ഒന്നും നാളത്തേക്ക് വെക്കരുത്. എല്ലാം ഇന്ന് തന്നെ ചെയ്തു തീർക്കണം. ഇത് നമ്മുടെ ജിന്ന് ലോകത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അപ്പൂപ്പ നിങ്ങള് അതെ മോനെ, ഇപ്പോഴാ എനിക്ക് ആ കാര്യം മനസ്സിലായത്. എന്റെ ചിണ്ടു ഫൈറ്റ് ചെയ്യാൻ പോകുന്നു അറിഞ്ഞാ ഞാൻ ഓടി വന്നത്. ഓക്കെ, ഈ നിമിഷം മുതൽ ഞാൻ നിനക്ക് ട്രെയിനിങ് തരും. പക്ഷെ അപ്പൂപ്പ ഈ കാര്യം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഈ ലോകത്തിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്നത്, അതായത് ഞങ്ങളുടെ ജിന്നുകളുടെ റിപ്പോർട്ടുകൾ ജിൻ TV ചാനലിൽ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. നിന്റെ കാര്യം ഞാൻ ന്യൂസ് ചാനലിൽ കണ്ടതും, അതായത് ജിൻഡു ആരെയോ വെല്ലുവിളിച്ചെന്ന് കേട്ടതും എനിക്കവിടെ ഇരിക്കപ്പുറത്ത് ഇല്ലാതായി മോനെ. അതാ ഞാൻ വന്നത്. ഇതാ ചിണ്ടു, നീ ആദ്യം എതി കയറി നിൽക്ക്. നിന്റെ വെയിറ്റ് ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഭയങ്കര ഓവർ വെയിറ്റാ. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണം. ഓക്കെ ജിൻഡു, അപ്പൊ തുടങ്ങിക്കോ. ആ ട്രെയിൽ ബെൻഡിൽ കയറി ഓടാൻ തുടങ്ങ. എന്തു പറ്റി ചിണ്ടു? ഷെടാ, ഞാനല്ലേ ഓടേണ്ടത്, പിന്നെ ഈ മെഷീൻ എന്തിനാ ഓടിക്കൊണ്ടിരിക്കുന്നത്? നോക്കൂ ചിണ്ടു, ഈ മെഷീൻ നിന്നെ താനെ ഓടിപ്പിച്ചോളും. നീ അതിന്റെ മുകളിൽ കയറി നിന്നാ മതി. ചെല്ല് 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 ചെല്ല്, അല്ലെങ്കിൽ നീ താഴെ വീഴും. അയ്യോ വേണ്ട അപ്പൂപ്പ, എനിക്കിതിൽ കയറി ഓടാൻ പറ്റില്ല. ഞാൻ പുറത്തേക്ക് ചെന്ന് ഓടിക്കോളാം. ചിണ്ടു, ഇതെല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. സന്തോഷമായി പ്രാക്ടീസ് ചെയ്യ്. കരഞ്ഞോണ്ട് ഇതൊന്നും ചെയ്യരുത്. ഓക്കെ ഓക്കെ, മതി മതി. ലെക്ചർ കൊടുക്കുന്നത് ഈസിയാണ്. ചിണ്ടു, ഇന്ന് നിന്റെ ഫിസിക്കൽ ട്രെയിനിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. പക്ഷെ നീ ഒട്ടും മെലിഞ്ഞിട്ടില്ല. എന്നാലും നീ സ്ട്രോങ് ആയി മാറിയിട്ടുണ്ട്. രക്ഷിക്കേ! അല്ല, ഞാനിവിടെ എന്തെടുക്കാ? ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. ചെന്ന് എന്തെങ്കിലും കഴിക്കാം. ബോസ്, നമ്മുടെ ജോലി കഴിഞ്ഞു. ഒക്ടോപസ് റോബോട്ട് വീരനെ പൊക്കിയെടുത്ത് ആകാശത്തിലൂടെ പറന്നു വരികയാണ്. ഇന്ന് ഞാൻ ആ വീറിന്റെ കഥ അവസാനിപ്പിക്കുന്നതാണ്. അപ്പൂപ്പ, എന്നെ ഒരു ഒക്ടോപസ് റോബോ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതല്ലേ വീർ, പുറത്തേക്ക് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചില്ല. ഇപ്പൊ നീ ഉടനെ എന്തെങ്കിലും ചെയ്ത് അവന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്ക് മോനെ, അല്ലെങ്കിൽ അവൻ നിന്നെ ഡിസ്ട്രോയ് ചെയ്ത് കളയും. എത്രയും പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെടാ. ബോസ് ബോസ്, വീർ ഒക്ടോപസിന്റെ പിടിയിലാണുള്ളത്. വീർ, ഇനി നിനക്ക് രക്ഷപ്പെടുവാനായിട്ട് 3 സെക്കൻഡ് മാത്രം അവശേഷിക്കുന്നു. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിനക്കൊന്നും ചെയ്യുവാൻ സാധിക്കില്ല. ഡിറ്റാച്ച്ഡ് റോബോ ബോയ് സ്യൂട്ട്. ബോസ് ബോസ്, ഒക്ടോപസ് വീറിനെ ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞു. I am mad, very very mad.
ഞാൻ ഇവിടെ വലിയൊരു കുഴിയിൽ അകപ്പെട്ട് കിടക്കുവാണ്. എന്നെ രക്ഷിക്ക്. ഞാനിപ്പോ തന്നെ അങ്ങോട്ട് വരാം വീർ, നീ വിഷമിക്കണ്ട. ഞങ്ങളും നിങ്ങളുടെ കൂടെ വരുന്നുണ്ട് അപ്പൂപ്പ. എന്നാ വന്നോ മക്കളെ. ടിംബാക്ടോ, വീറിനൊന്നും സംഭവിച്ചിട്ടില്ല. അവനൊരു പാറക്കെട്ടിനുള്ളിൽ കിടക്കുകയാണ്. ഡോക്ടർ പ്രേം സഹായ് അവനെ രക്ഷിക്കുവാനായി വന്നുകൊണ്ടിരിക്കുകയാണ്. വേഗം തന്നെ മാഗ്നറ്റിക് ഫിഷൻ റോബോട്ടിനെ എടുത്തോട്ട് പോ. അയാളെ തടഞ്ഞു നിർത്ത. ആ വീറിനെ കണ്ടെത്തുവാനായി ഞാൻ ഓക്ടോപസ് റോബോട്ടിനെ അയച്ചേക്കാം. ഈ പ്രാവശ്യം നമുക്ക് ഒരു തെറ്റും സംഭവിക്കാൻ പാടില്ല. വേഗം ചെല്ല്.